ഹായ് ഓൾ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു, റൂമിലെത്തി കുറച്ച് റെസ്റ്റൊക്കെ എടുത്തു കഴിഞ്ഞ് ഇനി എന്ത് ചെയ്യാം എന്ന് കുറിച്ച് ഞാൻ ആലോചിച്ചിരുന്നപ്പോഴാണ് നമുക്ക് ഫ്രോസ്റ്റ് മാജിക്കൽ ഐസ് ഓഫ് സയാം എന്ന് പറഞ്ഞൊരു പരിപാടി. അതായത് നമ്മുടെ നാട്ടിലുള്ള പോലത്തെ ഒരു സ്നോ സിറ്റി അതിവിടെ ഉണ്ടെന്ന് കേട്ടു. അപ്പോൾ അതിനെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇന്ന് അങ്ങോട്ട് പോകാമെന്ന് വെച്ചു. അപ്പോൾ നമ്മൾ പതുക്കെ ഒരു കാറ് റെൻ്റ് എടുത്തു. അങ്ങനെ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കണം എങ്ങനെയൊക്കെ ഉണ്ട് കാര്യങ്ങളെന്നുള്ളത്. ടിക്കറ്റ് അവിടെ നിന്ന് എടുക്കാം എന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും വൈകിട്ട് ഇന്ന് വേറെ പരിപാടിയൊന്നുമില്ല. ഇതൊന്ന് പോയി കണ്ടിട്ട് വരാം, സമയമുണ്ട് അത്യാവശ്യം. അപ്പോൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഈ സ്നോ സിറ്റിയുടെ ഉള്ളിലാണ്. അങ്ങനെ നമ്മൾ ഇവിടെ എത്തി. അപ്പോൾ ടിക്കറ്റിൻ്റെ റേറ്റ് കുറച്ച് ചങ്കടിക്കണ പരിപാടിയായിരുന്നു. ഓൺലൈനിൽ 300 ബാത്ത് 400 ബാത്തിനൊക്കെ കണ്ടു. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് അത് 700 ബാത്താണ് റേറ്റ്. നമ്മൾ ഡയറക്റ്റ് എടുക്കുമ്പോൾ നമ്മൾ ഓൺലൈനിൽ എടുക്കുകയാണെങ്കിൽ 300 ബാത്തേ ഉള്ളൂ. പക്ഷെ അത് നമുക്ക് ഇന്നത്തേക്ക് കിട്ടില്ല, നാളത്തേക്ക് അല്ലെങ്കിൽ മറ്റന്നാളത്തേക്ക് അങ്ങനെ ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എത്ര ദൂരം വരും ചെയ്തു. ഇനിയിപ്പോൾ അത് കാണാണ്ട് പോകുന്നത് എങ്ങനെയാണ്? ഞങ്ങളിപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് കയറി. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള അങ്ങനെ കുറേ സ്റ്റാച്യൂസ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നല്ല രസമുണ്ട് കാണാൻ നമുക്ക് നേരിട്ടിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിലും കാണുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി നിങ്ങൾക്ക് കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞത് ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റിലാണ് ഇതിൻ്റെ കൗണ്ടറും കാര്യങ്ങളൊക്കെ ഉള്ളത്. അവിടെ അതിൻ്റെ എൻട്രൻസ് അങ്ങേ അറ്റത്താണ്. നമ്മൾ ഈ രൂപങ്ങളൊക്കെ കണ്ട് അതൊക്കെ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതൊക്കെ കണ്ടു. ഇത് നമ്മളങ്ങനെ എൻട്രൻസിനോട് എത്തി. അപ്പോൾ ഇവിടെ കയറി കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇടാനുള്ള ജാക്കറ്റും ബൂട്ടും സാധനങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ആ ബൂട്ടിനും സോക്സിനും നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണം. അല്ലെങ്കിൽ സോക്സ് നമുക്ക് എടുത്തു കൊണ്ടുവരാം, അത് തിരിച്ചു കൊടുക്കണമെന്നില്ല. പക്ഷെ റേറ്റൊക്കെ എന്താ പറയുക, അറക്കത്തിയാണ്. നമ്മളതൊക്കെ ഇട്ടു, നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് എത്തി. അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ഐസ് കൊണ്ട് ഇങ്ങനെ കുറേ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാണുമ്പോൾ നല്ല രസമുണ്ട്. പക്ഷെ അവിടെ ലൈറ്റിങ് നമുക്കെന്താ പറയുക, ഈ ക്യാമറയിൽ നമുക്ക് കറക്റ്റ് അതാണ് കിട്ടുന്നില്ല. ലൈറ്റ് ഈ ഐസ് അത്രയും പ്യുവർ വാട്ടർ ഐസ് ആയതുകൊണ്ട് ഒരു ഓട്ടർഷൊക്കെ ഉണ്ട്. ചിലതിൻ്റെ ഒന്നും നമുക്കത് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. കുറച്ചു നേരം നിന്ന് ലൈറ്റ് 3-4 കളർ മാറുമ്പോഴൊക്കെയാണ് അതിതായിരുന്നു അല്ലേ എന്ന് നമുക്ക് മനസ്സിലാവുക. പക്ഷെ ഉള്ളിൽ നല്ല തണുപ്പാണ്. ജാക്കറ്റ് ഇട്ടുണ്ട്. നമ്മൾ കയറാൻ നേരത്തെ അവിടെ ഒരു ലേഡി ഉണ്ടായിരുന്നു. ആ ലേഡി പറഞ്ഞു, നിങ്ങൾക്ക് ഗ്ലൗസ് വേണോ? ഉള്ളിൽ -15 തണുപ്പ്. -15 വരെ പോകുമ്പോൾ നമ്മുടെ കൈ ഫ്രീസ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഗ്ലൗസ് വേണമെന്ന് വെച്ചു. അപ്പം നമ്മൾ ലഡാക്കിലൊക്കെ പോയി 18-ലും 19-ലൊക്കെ ഇരുന്നിട്ടുള്ളതുകൊണ്ട്
അതൊന്നും വേണ്ടാന്ന് വന്നിട്ട് ഞങ്ങൾ ഉള്ളിൽ കയറി ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കൈ അത്യാവശ്യം ഫ്രീസായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ബാക്കി ബോഡിയിലേക്ക് അത്ര വലിയ എഫക്റ്റ് ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ള ഭംഗി ഇങ്ങനെ കണ്ട് നടക്കുകയാണ് ഇതിൻ്റെ ഉള്ളിൽ. ഇതിൻ്റെ ഉള്ളിൽ ഈ ഡ്രാഗൺ എന്താ പറയുക നല്ല രസമായിട്ട് കാണാൻ ശരിക്കും. അതിൻ്റെ വർക്ക് ചെയ്തിട്ടുള്ള നല്ല രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത് അവർ. പല കാര്യങ്ങളും ഇതുപോലെ നമുക്ക് കുഞ്ഞ് റൂമുകൾ പോലെ ഉള്ളിലേക്ക് പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഉള്ളിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ആ തണുപ്പ് അത്ര ഫീൽ ചെയ്യില്ല ഫുൾ ഐസിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ. പക്ഷെ ആ റൂമിൻ്റെ ഉള്ളിലേക്കും നിൽക്കുമ്പോൾ നമുക്ക് നല്ലോണം തണുപ്പ് ഫീൽ ചെയ്തിരുന്നു. ഇങ്ങനെ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ കാണുന്ന വീഡിയോയിൽ കാണണോണം നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിയുമ്പോൾ നമുക്ക് തണുപ്പ് കുറച്ച് കുറവാണ്. പക്ഷെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ വീണ്ടും നല്ല തണുപ്പ് തോന്നും. കൈയൊക്കെ എന്താ പറയുക മരവിച്ചിട്ട് ഒരു വിധമായി. വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ എങ്ങനെ എടുത്തെന്ന പോലും എനിക്ക് ഓർമ്മയില്ല. അങ്ങനെയാണ് ഞാൻ വീഡിയോ എടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ഗണപതിയുടെ വിഗ്രഹം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. ആ തുമ്പിക്കൈയും ആ ചെവിയുടെ ഒക്കെ ഇത് എന്താ പറയുക അത്രയും പെർഫെക്ഷനായിട്ടാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു ഡ്രിങ്ക്സ് കോംപ്ലിമെൻ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഐസിൻ്റെ ഗ്ലാസ്സിൽ കൊക്കക്കോളയാണ് സംഭവം. പക്ഷേ ഐസിൻ്റെ ഗ്ലാസ്സിൽ ആ കൊക്കക്കോള ഒഴിച്ചിട്ട് നമുക്ക് തരും. അത് നമുക്ക് കുടിക്കാം. അപ്പോൾ അതും ട്രൈ ചെയ്തു. ഐസിൻ്റെ ഗ്ലാസ് മേശപ്പുറത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഗ്ലാസ് അനക്കാൻ പറ്റില്ല. ഗ്ലാസ് അവിടെ പിടിച്ചിരിക്കും. നമ്മൾ ഇടയ്ക്കിടയ്ക്കാണ് നീക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അത് അവിടെ ഉറച്ചു പോകും.
ഇതിൻ്റെ ഉള്ളിൽ 2 റൂമായിട്ടാണ്. നമ്മൾ നേരത്തെ കണ്ട റൂം കഴിഞ്ഞിട്ട് വേറെ റൂമിലേക്ക് കിടന്നു കഴിഞ്ഞാൽ സ്നോ പെയ്യണ പോലെ ഒരു റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ വലിയ സ്നോ എന്ന് പറയാനൊന്നുമില്ല, അവരെ മെഷീനൊന്നും മരിക്കാൻ വർക്കിംഗ് അല്ലാതെ തോന്നുന്നുണ്ട്. അപ്പോൾ താഴത്തൊക്കെ നല്ല സ്നോ എടുക്കുന്നുണ്ട്, പക്ഷേ ഈ മുകളിൽ നിന്ന് വരുന്നത് വളരെ കുറവാണ്. എന്നാലും തണുപ്പിനൊന്നും ഒരു കുറവില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ കുറച്ച് നേരം നടന്ന് വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ നടക്കുകയാണ്. ആ റൂമിൻ്റെ ഉള്ളിൽ വലിയ രസമില്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് പുറത്തിറങ്ങി വീണ്ടും ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വെച്ചു. അപ്പോൾ ഓട്ടോറിക്ഷയിലൊക്കെ കയറിയിരുന്ന് വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ ഇതുവരെ തായ്ലൻഡിലെ ഓട്ടോറിക്ഷയുടെ ആ സെയിം ഷേപ്പിലാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഓട്ടോറിക്ഷ പോലെയല്ല, അതിൻ്റെ ഒരു ഡിസൈൻ തന്നെ വ്യത്യാസമാണ്. അപ്പോൾ അതിലൊക്കെ കയറിയിരുന്ന് വീഡിയോ എടുത്തു. അങ്ങനെ ഇനി നമുക്ക് ഓരോന്നിൻ്റെ ഉള്ളിൽ കയറിയിരുന്നിട്ട് ഇതുപോലെ വീഡിയോ എടുക്കലും കലപരിയൊക്കെ ചെയ്യാന്നുള്ള പരിപാടിയിലാണ് ഇപ്പോൾ. എന്തായാലും കയറിയതല്ലേ, അപ്പോൾ അതങ്ങ് മുതലാക്കാണ്ട് എങ്ങനെ നമ്മൾ ഇറങ്ങുക. അപ്പം നമ്മൾ ഇവിടെയൊക്കെ പതുക്കെ വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ നടക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ ഒരു ഇഗ്ലൂ ഹൗസ് ഉണ്ട്, നമ്മൾ ഐസോൺ ഉണ്ടാക്കിയിട്ടുള്ള ഇത്. അപ്പോൾ നമ്മൾ മുമ്പ് ലഡാക്കിൽ പോയപ്പോൾ ഇത് കുറേ ട്രൈ ചെയ്തിരുന്നു, കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു വിഷമം അങ്ങ് തീർത്തു. സംഭവം എല്ലാവരും പറഞ്ഞത് ശരിയാട്ടാ, ഈ ഇതിൻ്റെ ഉള്ളിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് തണുപ്പറിയില്ല. ഐസോൺ ഉണ്ടാക്കിയിട്ടാണെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ആ ഒരു തണുപ്പറിയില്ല. അപ്പോൾ അതിനുള്ളൊക്കെ ഇരുന്ന് അതൊക്കെ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു വേറെ സന്യാസി ഇതാ തപസിരിക്കുന്നുണ്ട്. സന്യാസി വീട്ടിൽ പോവാ നേരെ സന്യാസി ഇറങ്ങി വരും. സന്യാസം മുടക്കും സന്യാസി. അങ്ങനെ സ്നോ സിറ്റിയിലുള്ളത്തെ കലപരിയൊക്കെ കഴിഞ്ഞ് വീണ്ടും പുറത്തിറങ്ങി. വീണ്ടും ഈ പ്രതിമകൾ നമ്മൾ കയറി വന്നൊരു സൈഡ് അല്ലാണ്ട് വേറെ സൈഡ് പോയിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. അപ്പോൾ ആ സൈഡിൽ കുറച്ച് പ്രതിമകളൊക്കെ കണ്ടു നമ്മൾ പുറത്തിറങ്ങി. പിന്നെ ഇവിടെ നിന്ന് ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ട്, ക്യാബ് വരണം. അപ്പോൾ വരണ സമയം വരെ ഇവിടെ പുറത്തിരിക്കുകയാണ്. ആൾക്കാർ വളരെ കുറവാണ് ഇപ്പോൾ. നമുക്കങ്ങനെ അവിടെ വെയിറ്റ് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ക്യാബ് എടുത്തു. നമ്മൾ റൂമിൻ്റെ അവിടെ എത്തി. അപ്പം നമ്മുടെ ഹോട്ടലിൽ നിന്ന് തൊട്ട് ബാക്കിൽ ഒരു തെരുവ് പോലെ കാണാമായിരുന്നു. അപ്പോൾ ആ സൈഡിൽ കൂടെയാണ് നമ്മൾ വന്നത്. അപ്പോൾ ആ തെരുവാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഇവിടെ ഹോളോവിൻ ടൈം ആയതുകൊണ്ട് കുറേ അസ്ഥികൂടങ്ങൾ തൂക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പതുക്കെ നടന്നു. ഈ തെരുവ് ഇത് അപ്പുറത്ത് കടന്നിട്ടാണ് നമ്മുടെ ഹോട്ടൽ. പക്ഷെ നമ്മുടെ ഹോട്ടലിൻ്റെ മുകളിൽ റൂമിൽ നോക്കി കഴിഞ്ഞാൽ ഈ തെരുവ് നമുക്ക് കാണാം. അവിടെ നിന്ന് കാണുമ്പോൾ നല്ല രസമായിട്ട് തോന്നിയിരുന്നു. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുമ്പോഴും അതിലും നല്ല രസമായിട്ട് കാണുന്നുണ്ട്. ഇവിടെ കൂടുതലും മസാജ് സെൻ്ററും പിന്നെ കഞ്ചാവിൻ്റെ കടകളുമാണ് ഈ സെക്ഷൻ ഫുള്ള്. പിന്നെ ഗെയിംസുകൾ കുറച്ച് കണ്ടു, ബില്ലിയാർഡ്സ് കളിക്കാനും അങ്ങനെ കുറച്ചൊക്കെ കണ്ടു. അപ്പോൾ നമ്മൾ പതുക്കെ ഇതിൽ കൂടെ നടന്ന് ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ട്, പിന്നെ ഹോളോവിൻ ടൈം ആയതുകൊണ്ട് അങ്ങനെ കുറേ ഇതും കാണാൻ പറ്റി. ഹൊററായിട്ടുള്ള അസ്ഥി തൂക്കിയിട്ടുള്ള അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ സൈഡിലുണ്ടായിരുന്നു.
അപ്പോൾ അതൊക്കെ കണ്ട് പതുക്കെ റൂമിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അങ്ങനെ നടന്ന് ഹോട്ടലിന് മുമ്പിലെത്തി. നോക്കിയപ്പോൾ ഇവിടെ 2 ബസ് എടുക്കുന്നുണ്ട്. അതായത് ഡബിൾ ഡക്കറാണ്. അപ്പോൾ ഈ ഗ്രൂപ്പായിട്ട് വരുന്ന ടൂറിസ്റ്റുകളെ സ്ഥലങ്ങൾ കാണിക്കാൻ കൊണ്ടുവരുന്ന വണ്ടിയാണത്. അപ്പോൾ നമ്മുടെ ഹോട്ടലിൽ അങ്ങനെ കുറച്ച് ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ ബസ് കണ്ടപ്പോൾ നല്ല രസമായിട്ട് തോന്നി. ബസ്സിനെ കുറച്ച് വീഡിയോ എടുത്തു. നേരെ റൂമിലേക്ക് പോന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലോറ്. അപ്പോൾ ഫ്ലോറിൻ്റെ കുറച്ച് വീഡിയോസ് എടുക്കാമെന്ന് വെച്ചിട്ട് അവിടെ ഇരുന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ വൈകിട്ട് ഇനി പതുക്കെ വീണ്ടും പുറത്തേക്ക് ഇറങ്ങണം. അപ്പോൾ വൈകിട്ട് ഇറങ്ങിയിട്ട് വേണം നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ. അപ്പോൾ ഫുഡ് കഴിക്കൽ കുറച്ച് രസകരമാണ് ഇവിടുത്തെ. അപ്പോൾ അത് നമുക്കൊരു അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരേക്കും ബൈ.